ഈശോയിൽ ഏറ്റവും സഹോദരങ്ങളെ, ഉയർപ്പ് കാലത്തിന്റെ 6ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ വ്യാഴാഴ്ച സഭ കർത്താവിന്റെ സ്വർഗ്ഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ ലോക ജീവിതത്തിലെ തന്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഈശോ എഴുന്നള്ളിയ ദിവസമാണ് സ്വർഗ്ഗാരോഹണ ദിവസം. അതുകൊണ്ട് തന്നെ നിത്യതയെ കുറിച്ച്, ഈശോയോടൊപ്പമുള്ള ജീവിതത്തെ കുറിച്ച്, അത് എങ്ങനെ സാധ്യമാകാം എന്നതിനെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന സാധാരണ നമ്മളുടെയൊക്കെ മൃതസംസ്കാര ശുശ്രൂഷയിൽ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ വിചിന്തനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയെ കുറിച്ച് ഇപ്രകാരം പറയും: നമ്മളുടെ നാഥനായ ക്രിസ്തുവുമായുള്ള മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നിത്യ ജീവിതം. പരിശുദ്ധപിതാവിന്റെ വാക്കുകൾ വളരെയേറെ പ്രസക്തമാണ്. അതായത് നമ്മുടെ ജീവനും നമ്മുടെ നാഥനും നമ്മുടെ എല്ലാമായ ഈശോയുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഈ ലോക ജീവിതത്തിൽ, നമ്മളുടെ വിശ്വാസ വഴികളിൽ നമ്മുടെ ജീവിതത്തിന് ഉണർവും ഉന്മേഷവും പകരുന്നത്. സഹോദരങ്ങളെ, ഇത് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ബോധ്യമാണ് ഒരുവന്റെ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ സുവിശേഷത്തിൽ പിതാവുമായുള്ള ബന്ധത്തെ കുറിച്ച്, തനിക്ക് പിതാവുമായുള്ള ആഴമേറിയ ബന്ധത്തിന്റെ വെളിച്ചത്തിൽ പിതാവ് ഏൽപ്പിച്ചതെല്ലാം, പിതാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മരിച്ചവർക്ക് ജീവൻ നൽകുന്ന പ്രവൃത്തി വരെ തനിക്ക് സാധ്യമാണ് എന്ന് ഈശോ പറയുമ്പോൾ, മരണത്തെ അതിജീവിക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ആഴത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമുക്ക് ജീവിത വഴികളിൽ എപ്പോഴും ആവശ്യമാണ്. നിത്യതയെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ, ലോകത്തിന്റെ മായിക കാഴ്ചകളിൽ, ലോക സുഖങ്ങളിൽ, ജടിക സുഖങ്ങളിലൊക്കെ നമ്മൾ വ്യാപരിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തി കളയുന്നത് നിത്യതയുടെ സന്തോഷം മാത്രമല്ല, ശിക്ഷാവിധിയുടെ വലിയ ഭീകരമായ വിധി തീർപ്പിന്റെ ചിന്തകൾ തീർച്ചയായിട്ടും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. സഹോദരന്മാരെ, ഈശോ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ജീവിതത്തിൽ സ്വീകരിച്ചാൽ നിത്യതയെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ഈശോ പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല എന്ന്. അതായത് ഈശോയിലുള്ള വിശ്വാസം, ഈശോയെ അയച്ച പിതാവായ ദൈവത്തിലുള്ള നമ്മളുടെ വിശ്വാസം നമ്മൾ പ്രകടമാക്കേണ്ടത് ഈശോയുടെ വചനം കേട്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അതായത് വചനാനുസൃതമായ ജീവിതമാണ് നിത്യതയിൽ നമ്മുടെ ജീവിതത്തിന് ഉറപ്പ് നൽകുന്നത്. അപ്പോ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ എങ്ങനെ ജീവിക്കണമെന്നും, ഏത് സാഹചര്യത്തിലും ഏത് മനോഭാവമാണ് നാം ഉൾക്കൊള്ളേണ്ടത് എന്നും വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തു തന്റെ സുവിശേഷ വഴികളിൽ സുവിശേഷ മൂല്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ജീവിതം അടിസ്ഥാനമിടേണ്ടത് ഈ സുവിശേഷ മൂല്യങ്ങളിലാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നിശ്ചയമായും നിത്യതയിൽ ഈശോയോടൊപ്പം നിത്യമായ ആനന്ദം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, സുവിശേഷ മൂല്യങ്ങൾ അതെപ്പോഴും സ്നേഹത്തിലും പ്രത്യാശയിലും വിശ്വാസത്തിലും അടിസ്ഥാനപ്പെട്ടതാണ്. അതായത് ക്രിസ്തുവിനുള്ള വിശ്വാസം അവനിൽ പ്രത്യാശ അർപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് പോലെ തന്നെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ
സ്നേഹിക്കാൻ, ജീവിതത്തിന്റെ നമ്മളുടെ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ ഈ സ്നേഹത്തിന്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിത്യതയിലേക്കുള്ള വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ നാം എപ്പോഴും ഉള്ളിൽ കാത്തു സൂക്ഷിക്കേണ്ട നിത്യതയെ കുറിച്ചുള്ള പ്രതീക്ഷ അത് സുവിശേഷ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാവണം. അതായത് ജഡികാഭിലാഷങ്ങൾ ഒരുവനെ മരണത്തിലേക്ക് നയിക്കുന്നു, എന്നാൽ ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കുന്നു എന്ന് റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഇപ്രകാരം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ജീവനിലേക്ക് നയിക്കുന്ന ആത്മാവിന്റെ അഭിലാഷങ്ങളാണോ അതോ മരണത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്ന ജഡത്തിന്റെ അഭിലാഷങ്ങളാണോ എന്ന് വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എപ്രകാരമാണോ ക്രിസ്തു നിത്യതയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്താൻ ആഗ്രഹിക്കുന്നത്, അപ്രകാരം അവനിലുള്ള വിശ്വാസത്തിലൂടെ അവന്റെ വചനത്തിനനുസരിച്ചുള്ള ജീവിതത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെയും ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.